കാൻവർ യാത്ര ഭക്തിയാത്രയോ അതോ രാഷ്ട്രീയ ശക്തി പ്രകടനമോ? എല്ലാ വർഷവും ശ്രാവണ മാസം എത്തുമ്പോൾ ഉത്തരേന്ത്യയിലെ റോഡുകളിൽ കാണുന്ന ഒരു വലിയ കാഴ്ചയാണ് കാൻവർ യാത്ര. ലക്ഷക്കണക്കിന് ശിവഭക്തർ ഗംഗാജലം ശേഖരിച്ച് നൂറുകണക്കിന് കിലോമീറ്റർ നടന്ന് ക്ഷേത്രങ്ങളിലെത്തി ശിവന് സമർപ്പിക്കുന്നു. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ തീർത്ഥാടനത്തെ കോടിക്കണക്കിന് ആളുകൾ വിശുദ്ധമായ ഒരു ആത്മീയ ആചാരമായാണ് കാണുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാൻവാർ യാത്ര മറ്റൊരു കാരണത്താലും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. അത് ഭക്തിയുടെ പേരിലാണോ അതോ രാഷ്ട്രീയത്തിൻ്റെ പേരിലാണോ? ഇതാണ് ഇപ്പോൾ പലരും ഉയർത്തുന്ന ചോദ്യം. ചില പ്രമുഖ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച വിശകലന ലേഖനം പറയുന്നത് ഇന്ന് കാൻവാർ യാത്ര ഒരു മതാചാരത്തിൽ ഒതുങ്ങുന്നില്ലെന്നും അത് ഭൂരിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രകടനമായി മാറിക്കൊണ്ടിരിക്കുകയുമാണെന്നാണ്. ലേഖനങ്ങൾ പ്രകാരം മുൻകാലങ്ങൾ പ്രധാനമായും വ്യക്തിപരമായ ഭക്തിയാത്രയായിരുന്നു കാൻവാർ യാത്ര. ഇന്ന് വലിയ രാഷ്ട്രീയ പ്രതീകമായി അവതരിക്കപ്പെടുന്നു. യാത്രയ്ക്കായി പ്രത്യേക റോഡുകൾ, സർക്കാർ സംവിധാനങ്ങളുടെ വലിയ പിന്തുണ, രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യം എന്നിവയെല്ലാം ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു എന്നാണ് വിമർശനം. അതേസമയം മറ്റൊരു കാഴ്ചപ്പാടുമുണ്ട്. പലരും പറയുന്നത് കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ തീർത്ഥാടനത്തിന് സർക്കാർ സുരക്ഷയും ഗതാഗത നിയന്ത്രണവും നൽകുന്നത് സ്വാഭാവികമാണെന്നും അതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ലെന്നുമാണ്. കാൻവർ യാത്ര സാമൂഹിക ഐക്യത്തിന്റെയും ഭക്തിയുടെയും പ്രതീകമാണെന്നും അനുകൂലികൾ വാദിക്കുന്നു. എന്നാൽ വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊന്നാണ്. കഴിഞ്ഞ വർഷങ്ങളിലായി കാൻവർ യാത്രയ്ക്കിടെ ചിലയിടങ്ങളിൽ വാഹനങ്ങൾ തകർത്ത സംഭവങ്ങളും റോഡിലുണ്ടായ സംഘർഷങ്ങളും ന്യൂനപക്ഷങ്ങൾ ഭയപ്പെടേണ്ട സാഹചര്യം സൃഷ്ടിച്ച സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവ മുഴുവൻ തീർത്ഥാടകരെയും പ്രതിനിധീകരിക്കുന്നില്ലെങ്കിലും ഇത്തരം സംഭവങ്ങൾ യാത്രയുടെ പൊതുചിത്രത്തെ ബാധിക്കുന്നു എന്നാണ് വിമർശനം. ഒരു പ്രമുഖ മാധ്യമം പ്രസിദ്ധീകരിച്ച ലേഖനം മറ്റൊരു പ്രധാന ചോദ്യവും ഉയർത്തുന്നു. ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണെങ്കിൽ എല്ലാ മതങ്ങൾക്കും ഒരേ മാനദണ്ഡമാണോ സർക്കാർ സ്വീകരിക്കുന്നത്? ഒരു മതപരമായ പരിപാടിക്ക് പ്രത്യേക പരിഗണന നൽകുമ്പോൾ മറ്റു മതവിഭാഗങ്ങൾക്ക് അതേ സമീപനം ലഭിക്കുന്നുണ്ടോ എന്നതാണ് ലേഖനത്തിന്റെ ചോദ്യം. അതേസമയം കാൻവാർ യാത്രയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ഇതൊരു പാരമ്പര്യ തീർത്ഥാടനമാണെന്നും കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നുമാണ്. ഭൂരിഭാഗം തീർത്ഥാടകരും സമാധാനപരമായി യാത്ര പൂർത്തിയാക്കുന്നവരാണെന്നും ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടി മുഴുവൻ യാത്രയും കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും അവർ വാദിക്കുന്നു. ഇവിടെയാണ് യഥാർത്ഥ ചർച്ച. ഭക്തിയാത്രയെ ബഹുമാനിക്കണം, അതേസമയം നിയമവാഴ്ചയും പൊതുജനങ്ങളുടെ സുരക്ഷയും ഒരുപോലെ ഉറപ്പാക്കണം. മതസ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്, എന്നാൽ ഒരു മതപരമായ പരിപാടി മറ്റുള്ളവരുടെ അവകാശങ്ങളെ ബാധിക്കരുതെന്നും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വമാണ്. കാൻവർ യാത്രയുടെ ആത്മീയ പാരമ്പര്യവും അതിനോടനുബന്ധിച്ച് ഉയർന്ന രാഷ്ട്രീയ സാമൂഹിക ചർച്ചകളും തമ്മിൽ വേർതിരിച്ച് കാണേണ്ടതുണ്ടെന്നാണ് വിവിധ വിശകലനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അവസാന ചോദ്യം ഇതാണ്: കാൻവർ യാത്ര പഴയതുപോലെ ഭക്തിയുടെ പ്രതീകമായി തുടരണമോ അതോ ഇന്ത്യയിലെ രാഷ്ട്രീയവും സാമൂഹികവുമായ സംഘർഷങ്ങളുടെ പ്രതീകമായി മാറണമോ? ഇതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കാൻവാർ യാത്രികർ കുട്ടികൾ പോയ സ്കൂൾ വാഹനം പോലും അടിച്ചു തകർത്തിരുന്നു. അതിനു മുൻപ് കാൻവാർ യാത്രക്കാരുമായി നടന്നൊരു പ്രശ്നം പരിഹരിക്കാനെത്തിയ പോലീസുകാരെ അതിക്രൂരമായി തല്ലുകയും അവരുടെ വാഹനം അടിച്ചു പൊട്ടിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വിമർശനങ്ങൾ ശക്തമാകുന്നത്.